ഇന്നലെ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിലെ താരമായി മാറിയത് പിണറായി വിജയനല്ല, ദേവസ്വം ബോർഡ് മന്ത്രിയല്ല, ചലച്ചിത്ര താരമായ മുൻ BJP നേതാവായിരുന്ന ഇപ്പോൾ CPMന്റെ തോഴനായി മാറിയിരിക്കുന്ന ഭീമൻ രഘുവാണ്. സാർ ഇന്നലെ അദ്ദേഹത്തെ അവിടെ കണ്ടിരുന്നു? ഞാൻ കണ്ടു. അവിടൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. പിന്നെ പിണറായി സംസാരിച്ചപ്പം അവിടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അത് പക്ഷേ അതിനിടയ്ക്കൊന്നും എഴുന്നേറ്റ് നിൽക്കുക, കാരണം അത് അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല. കാരണം അവിടെ ഇല്ല, മാരാമൺ കൺവെൻഷൻ പോലെ വരുന്നു പോകുന്നു, ചിലർ കയറുന്നു ഇറങ്ങുന്നു, ഇങ്ങനെ ഒരു ഉത്സവപ്പറമ്പ് പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാലും അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ മാധ്യമപ്രവർത്തകരുടെ നേരെ തട്ടിക്കയറുന്നുണ്ട്. എന്തോ അല്പസ്വല്പം രാഷ്ട്രീയ കാര്യങ്ങളിലൂടെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഇവിടെ പറയത്തില്ല, അതൊക്കെ രാഷ്ട്രീയമാണ്, അതിൻ്റെ വേറെ വേദിയുണ്ട്, അവിടെ പറയത്തുള്ളൂ. ഞാൻ ഇവിടെ നിങ്ങൾ അയ്യപ്പൻ ജനിച്ചത് എപ്പോഴാണ് അതൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാവുന്നത്. അയ്യപ്പൻ ജനിച്ച വർഷത്തെക്കുറിച്ച് അത് ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്കത് പറയാം. അയ്യപ്പൻ ജനിച്ചത് എപ്പോഴാണ്, എങ്ങനെയാണ്, ആ കഥകളൊക്കെ പറഞ്ഞു തരാവുന്നത്. പുലിപ്പാലിനാണോ അയ്യപ്പൻ പോയത്, അതിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് ഈ എന്തോ ഭീമൻ രഘു അങ്ങോട്ട് എഴുന്നള്ളിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എനിക്കൊന്ന് പിണറായിയുടെ ഒരു സന്തത സഹചാരിയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ ജനക്കൂട്ടം, ആൾക്കാരൊക്കെ ഉണ്ടോ, പ്രതിനിധികളുണ്ടോ? പിന്നെ നോക്കെന്ന് പറഞ്ഞു. നോക്കെന്ന് പറയുമ്പോൾ മാധ്യമം മുഴുവൻ കാണിക്കുന്നത് എന്താണ്? ഒഴിഞ്ഞ കസേരയാണ്. 6000 പേർക്കാണ് പഴയിടം ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. പഴയിടത്തിൻ്റെ ഒറ്റയൊന്നുമില്ലല്ലോ, 6000 പേർക്ക് ഒരുക്കാൻ പറഞ്ഞു, അദ്ദേഹം ഒരുക്കുന്നു. അതാണ് ചെയ്തത്. അവിടെ നമ്മൾ കണ്ടത് ആ ഒരു മുൻനിരയില് ഒരു 5-6 ഇടങ്ങളിൽ മാത്രം, 5 നിരയോ 6 നിരയിൽ വരെ ഫുൾ പാക്ഡ് ആയിട്ടിരുന്നു. ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഭക്ഷണമൊക്കെ ധാരാളമായിരുന്നു കേട്ടോ. പിന്നെ അയ്യപ്പ ഭക്തര് ദർശനത്തിന് പോകുന്നവരുണ്ട്, അവർക്കെല്ലാം വിളിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അതേതായാലും നല്ല കാര്യം, എല്ലാവർക്കും ഭക്ഷണം കിട്ടുമല്ലോ. അപ്പൊ ഈ പിന്നെ ഏതായാലും ഇതിപ്പോൾ പിണറായിയുടെ വലങ്കയായി മാറുകയാണോ ഭീമൻ രഘു? എല്ലാ വേദികളിലും ഉണ്ട്. എനിക്ക് സംശയമുണ്ട്. ഇദ്ദേഹം വന്നപ്പോഴേ കാറിനകത്ത് കൊടിയും ഉണ്ടായിരുന്നു. കാരണം പിണറായി പ്രസംഗിക്കുമ്പോൾ കൊടിയും കൂടെ പിടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആരും വിലക്കിയതായിരിക്കണമെന്ന് തോന്നുന്നു, കൊടിയും കൊണ്ട് കയറാതെ. കാരണം ഒന്നാമത് വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും കിട്ടിയാൽ പിണറായിക്കെതിരെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു പാകപ്പിഴയും വരാതെ. അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അയ്യപ്പനെ കുറിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ഇവിടെ കണ്ടില്ലേ, കനകുന്നില്ല ആയിരുന്നു, നിശാഗന്ധിയിലെ ചലച്ചിത്ര അക്കാദമിയുടെ എന്തോ പരിപാടിയിലായിരുന്നു. ആദ്യാവസാനം പിണറായി സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞ ആദ്യാവസാനം ഇദ്ദേഹം ഒരു നിപ്പായിരുന്നു. പിന്നെ ഈ BJPയിൽ നിന്ന് ഇദ്ദേഹം CPM ചേരാൻ വന്നപ്പോഴേ AKI സെൻറ്ററിലോട്ട് പോകുന്നു, കൊടിയും പിടിച്ചുകൊണ്ട്. എല്ലായിടത്തും എങ്ങനെ കോമാളിയാകാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആളാണ്. അല്ലെ, എന്നിട്ട് പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായി അവസരങ്ങൾ കൊടുക്കുന്നു കോമാളിയാകാൻ വേണ്ടി? അത് ഞാനത് ആലോചിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ എപ്പോഴും ഈ തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളവരൊക്കെ ആണ് അതിനകത്തുള്ളത്. അല്പസ്വല്പം വായന, എഴുത്ത്, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. അതിനകത്ത് എങ്ങനെ ഈ ഇദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. പിന്നെ വേണമല്ലോ, എല്ലാം വേണമല്ലോ അതിനകത്ത്. ഒരു കോമാളിയെങ്കിൽ കോമാളി, സർക്കസിനകത്ത് ഇപ്പൊ കോമാളി ഇല്ലേ? അല്ല, അങ്ങനെയുള്ളവരെ ഒതുക്കി നിർത്തുന്നതാണ് CPMന്റെ ചരിത്രം. പക്ഷെ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്, ആരും തടയിടാനില്ല. ഇതെന്താ, BJPയിൽ നിന്ന് വന്നു എന്നുള്ള രീതിയിലാണ് CPMകാർ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. മുമ്പ് പത്തനാപുരം മണ്ഡലത്തില് മത്സരിച്ചിട്ടുണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അവിടെ കാണിച്ച കോപ്രായം വേറെയാണ്. അന്ന് അവിടെ മത്സരിച്ചത് 3 നടന്മാരാണ്, ഗണേഷും UDFന്റെ ജഗദീഷും BJPയുടെ ഭീമൻ രഘുവുമാണ്. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഈ അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു ശല്യമായി തീർന്നിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. ഇത് വിളിക്കുകയൊന്നും വേണ്ട, കാരണം പാർട്ടിയുടെ അനുമതിയോടുകൂടി അങ്ങ് ചെല്ലുകയാണ്. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ അപ്പോ അയ്യപ്പ സംഗമത്തിലെ വാവര് സ്വാമിയായിരുന്നു ഭീമൻ രഘു. യഥാർത്ഥ സ്വാമി പിണറായിയും വാവര് സ്വാമി. എനിക്കൊന്ന് ഭീമൻ വരുന്നത് അറിഞ്ഞ് ചിലപ്പം മറ്റ് ജീവികളൊക്കെ അവിടെ നിന്ന് വരുന്ന വഴിയിലെല്ലാം ഓടിയ ഉൾവനത്തിലേക്ക് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കടുവ വരെ വലിഞ്ഞിട്ടുണ്ടാകും.
അതിനുള്ള സാധ്യതയാണ് കാരണം ഭീമനല്ലേ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏതായാലും വിശേഷണവും കൊള്ളാം കേട്ടോ, പേരിന് മുമ്പിലുള്ളത്. പിന്നെ ശബരിമലയെ മുഴുവൻ ഇളക്കി മറിക്കാനായിട്ട് ഇങ്ങോട്ട് പിണറായി വിജയൻ കൊടുത്തിരിക്കുക, ഒരു ലൈസൻസ് കൊടുത്ത് ഇങ്ങോട്ട് നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പിണറായി വിജയനൊക്കെ തലേ ദിവസമേ അവിടെ പോയല്ലോ. അല്ല, സിനിമാക്കാരെന്ന് പറയാൻ പിന്നെ വേറെ ആരുമില്ലായിരുന്നു. മധുപാലും മറ്റുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മധുപാല് പിന്നെ സിനിമ ക്ഷേമനിധി ബോർഡ് അല്ല, അത് ശ്രീകുമാറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവർക്ക് സ്ഥാനമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചിലരൊക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലാതെ ഒരു സിനിമാക്കാരുടെ ഒരു വൻ നിരയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഒരു അറിയപ്പെടുന്ന മുഖമില്ലായിരുന്നു, അതിനെയാണ് അദ്ദേഹം കവർ ചെയ്തിരിക്കുന്നത്. അതെ, ഇദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യുന്ന അറിയാമോ, ഇത്തരത്തിലുള്ള കോമാളിത്തരം കാണിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കും. അതുകൊണ്ടാണ് അന്ന് നിശാഗന്ധിയിൽ കൊടിയില്ല ബഹുമാനം കൊണ്ട് അവിടെ ഇരുന്നവർ മുഴുവന് ഇദ്ദേഹത്തെയാണ് നോക്കുന്നത്. ഇതാര് പിണറായി? എന്നിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹം എനിക്ക് പിതൃതുല്യനാണ്, ഗുരുസ്ഥാനീയനാണ്, അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കുക, BJP പോയി അവിടെ മുദ്രാവാക്യവും വിളിച്ച്, കാരണം അവിടെ അവരടിപ്പിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ പത്തനാപുരത്ത് എങ്ങനെ നിർത്തിയെന്ന് ചോദിച്ചാൽ 2 സിനിമാക്കാരവിടെ നിൽക്കുന്നു. എന്നാൽ ഒരു സിനിമാക്കാരൻ ഇരിക്കട്ടെ, കാരണം പത്തനാപുരത്ത് BJPക്ക് അത്രയും ഒരു ഹോൾഡ് ഇല്ല. അപ്പം പോയി അങ്ങ് നിന്ന് ഒരു ചാവേറാക്കി വിട്ടുകൊടുത്തതാണ്. അപ്പോൾ ഈ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പം ഈ മാധ്യമ പ്രവർത്തകർ തന്നെ ചെന്ന് ഒന്നുകൂടെ അങ്ങ് വലുതാക്കി. അപ്പം എന്താ ഒരു അല്പനാപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉടനെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്ന. അത് യാതൊരു പിന്നെ വെളിവില്ലാതെ സംസാരിച്ചു എന്ന് എനിക്ക് BJP സീറ്റ് കൊടുത്തു, CPM സീറ്റ് കൊടുക്കും. CPMനകത്ത് സീറ്റ് കൊടുത്താൽ CPM അത്ര അതപ്പതിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യപ്പൻ ജനിച്ചതെന്നാണെന്ന് ചോദിക്കൂ എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഈ അയ്യപ്പൻ്റെ കാലത്തെക്കുറിച്ച് പോലും ചരിത്രകാരന്മാരിവിടെ ഇപ്പോഴും ഗവേഷണവും അതിനകത്ത് പല തർക്കങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഭീമന്റെ പറയുകയാണ്, അയ്യപ്പൻ ജനിച്ചത് എപ്പോഴാണെന്ന് ചോദിക്കൂ, അയ്യപ്പനെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കൂ, ഈ കഥകളൊക്കെ പറയാം എന്നുള്ള മട്ടിലാണ് ഇവിടെ തട്ടിക്കേറി വന്നത്. അപ്പൊ എന്തായാലും ഈ പിണറായി ഇറക്കിയതാണെന്ന് തോന്നുന്നു. കൂടെ ഈ ഒരു കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്നതാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിലും ഒക്കെ ഇപ്പം ആളായിട്ടൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് അയ്യപ്പ സംഗമം ഗംഭീരമായെന്നാണ്. എങ്ങനെയായിരുന്നു? ഗംഭീരമായിരുന്നു. ഗംഭീരം എന്ന് പറയാൻ ഇപ്പം പിണറായി വിജയൻ്റെ പ്രസംഗം കഴിഞ്ഞതോടുകൂടി അവിടെ എല്ലായിടവും കാലിയായി കഴിഞ്ഞു. ഉള്ളതെല്ലാം പോയി കഴിഞ്ഞു. അധികം അതിനു മുമ്പ് ഹാളൊന്നും നിറയുന്നില്ല. പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ മാത്രമായിരുന്നു. കാരണം അവിടെ എത്താത്തവരും പിണറായിയുടെ പ്രസംഗം കേൾക്കുന്നുണ്ട്. കാരണം എന്താണ് പിണറായി അവിടെ പറയുന്നത്? പ്രായശ്ചിത്തം ആണോ എന്നൊക്കെ, അയ്യപ്പനെ വീണ്ടും വിമർശിക്കുമോ എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ അയ്യപ്പനോട് വളരെ ചേർന്ന് നിന്നുകൊണ്ട് ഒടുവിൽ അയ്യപ്പ വിഗ്രഹവും ഏറ്റുവാങ്ങിക്കൊണ്ടല്ലേ പിണറായി ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.